ബലിപെരുന്നാൾ ദിവസം PV അൻവർ മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. ആദ്യം ഈദ് മുബാറക്. പെരുന്നാൾ ദിവസം എങ്ങനെയാണ് പ്രചാരണം? പെരുന്നാൾ ദിവസം അവരോടൊക്കെ ചോദിച്ചാൽ മതി. ഈ ആളുകളൊക്കെ അവിടെ ഉണ്ടല്ലോ. ആദ്യം പള്ളികളിൽ നിന്നും ഈദ്ഗാഹുകളിൽ നിന്നും തുടങ്ങാണല്ലേ? ഇന്നത്തെ ദിവസം അങ്ങനെയാണല്ലോ. ഗ്രൂപ്പായിട്ട് ആളുകളെ കിട്ടുന്ന ഏരിയ നമ്മൾ നോക്കുന്നു, അവിടെ പോയി വോട്ട് ചെയ്യിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പെരുന്നാൾ ആഘോഷമില്ല, പ്രചാരണം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ പ്രചരണം തന്നെ ആഘോഷമല്ലേ, ജനങ്ങളല്ലേ അല്ലേ? ഇതിവിടെ ചോദിച്ചോക്കിയത് ആഘോഷമല്ലേ? വീടുകളിലേക്കാണോ ഇനി പോകുന്നത്? അല്ല, വീടുകൾ, വ്യക്തികൾ, അങ്ങനത്തെ കേന്ദ്രമാണ്. നേരത്തെ താങ്കൾ പറഞ്ഞിരുന്നത് പെരുന്നാൾ കഴിയട്ടെ പ്രചാരണം ഒന്നുകൂടെ സജീവമാകും എന്നാണ്. എങ്ങനെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണം? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു മോനം കൊണ്ട് നിൽക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ കാര്യങ്ങൾ വർദ്ധിക്കും. 75,000 വോട്ട് മിനിമം കിട്ടുമെന്നൊക്കെയാണ്. അത് അടുത്ത ദിവസങ്ങളിൽ ഉറപ്പാക്കും എന്നാണോ? തീർച്ചയായിട്ടും അത് ഉറപ്പാക്കാനൊന്നുമില്ല, ജനങ്ങളുടെ മനസ്സാണ്, അതുണ്ടാകും. LDF നും UDF നും വേണ്ടി മുഖ്യമന്ത്രി താരപ്രചാരകനായി വരുന്നു. പ്രിയങ്ക ഗാന്ധി UDF ന് വേണ്ടി വരുന്നു. PV അൻവറിന്റെ പ്രചാരണം എങ്ങനെയായിരിക്കും ഇതിന് മുകളിലേക്ക് പോകുക? താരപ്രചാരകരൊക്കെ PV അൻവർ ഇറങ്ങിക്കഴിഞ്ഞു. അത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും വഴിയോര കച്ചവടക്കാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അങ്ങാടിയിലെ ചുമട്ട് തൊഴിലാളികളും കർഷകരും ഈ പറയുന്ന കുടിയേറ്റക്കാരൊക്കെ അവർ ക്യാമ്പയിൻ ആരംഭിച്ചു. PV അൻവറിന് മറ്റെന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? ഈ ഫീൽഡിൽ ഇറങ്ങി അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ വോട്ട് സമാഹരിക്കാനുള്ള ശേഷിയുണ്ടോ? അതാണോ അധികം കാണാത്തത്? സ്ട്രാറ്റജി ഉണ്ടാവും, അതിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം സജീവമാകും അല്ലേ? ഓക്കെ, തീർച്ചയായും ആ തരത്തിലാണ്. ഈ പെരുന്നാളിന് ശേഷം പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നാണ് PV അൻവർ പറയുന്നത്. ബലിപെരുന്നാൾ ദിവസം ഇപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വിശ്വാസികളെ കണ്ട് വോട്ട് തേടി ഇനി വീടുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ട് തേടലാണ് PV അൻവറിന് ഈ ബലിപെരുന്നാൾ ദിനത്തിലുള്ളത്. ക്യാമറ പേഴ്സൺ ബിബിൻ ജെയിംസിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, നിലമ്പൂർ.